മിസ്റ്റർ ഷമീർ. ഈ ഷമീർ ഒരു നിഷ്കളങ്കനായ പാട്ടുകാരനാണ്. ഒരു ഗ്രാമീണതയുള്ള ഒരു പാവം. ഫസ്റ്റ് വന്നപ്പോൾ ഒരു സാധാരണ പറഞ്ഞല്ലോ, ഈ മണൽ വാരുന്ന അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര സിമ്പതിയൊക്കെ ഉണ്ടാക്കി ഈ ഷമീറിൽ. പക്ഷെ സിംഗിങ് ഒരു ബോൺ ടാലൻ്റുള്ള പാട്ടുകാരനാണ് ഷമീർ, അതിൽ സംശയമേ ഇല്ല. പാട്ട് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം, അങ്ങനത്തെ ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു എന്താ പറയുക വീട്ടിൽ നിന്നാണ് ഷമീർ നമ്മുടെ ഈ ഒരു മൈലാഞ്ചിയിലേക്ക് കോമ്പറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. വെറും മണൽ വാരുന്ന സമയത്ത് പാടുന്ന കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടി കൂടിയിരുന്ന് പാടുന്ന കുറച്ച് പാട്ടുകൾ, ആ ഒരു ബേസിക് ആണ് ഷമീറിനുള്ളത്. ജന്മനാല് നല്ല ടാലൻ്റുള്ള പയ്യൻ. പലരും മ്യൂസിക് പഠിക്കുന്നു, ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്നു. ഇതൊന്നുമില്ലാതെ മണൽ വാരാൻ പോകുന്ന പയ്യൻ ഒരു സുപ്രഭാതത്തിൽ മൈലാഞ്ചിയിൽ വന്നിട്ട് പാടുന്നു. എങ്ങനെ പാടുന്നു? അത്ഭുതമാണ്. ഷമീറിന്റെ ഓരോ തിങ്സും ഒരു പ്രത്യേക ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാൻ ഷമീറിന് സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലായിരുന്നു ഞാൻ ഔട്ടായത്. അത് ഔട്ടായ മെയിൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം അതിൽ ലിറിക്സിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് വന്നു. അത് പാടിയ വരി തന്നെ 3-4 വട്ടം ഞാൻ പാടി. സത്യം പറഞ്ഞാൽ ഈ മൈലാഞ്ചി വന്നതിന് ശേഷമാണ് കാണാതെ ഒരു പാട്ട് ഞാൻ പഠിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ എലിമിനേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് ഞാൻ തർപ്പിച്ച് പറഞ്ഞു, ഞാൻ കരയില്ല, എനിക്ക് ഇനി കരയാൻ പറ്റില്ല. ഞാൻ മാക്സിമം ഞാൻ പിടിച്ചു നിന്നു. ഓരോരുത്തരെ വിളിക്കുമ്പോൾ നെഞ്ചുകൂടം പൊട്ടുക, സത്യം പറഞ്ഞാൽ നെഞ്ചുകൂടം പൊട്ടി തന്നെ പറയാം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ പേര് വിളിച്ചു. ഞാൻ ഔട്ടായ സമയത്ത് എന്നോട് ഇക്ക കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഷമീർ എന്തൊക്കെയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം കൊണ്ട് ഒന്നും ഉരിയാടാൻ കഴിയാതായിപ്പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് നോക്കി, അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞ്, പിന്നെ അത് ജഡ്ജസിനെ നോക്കി, ഓർക്കസ്ട്ര, അവരൊക്കെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിന്നപ്പോൾ അറിയാതെ എനിക്ക് കരയല്ലാതെ വേറൊരു മാർഗം ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞു കാലം പടച്ചോരു റബ്ബേ എങ്ങും വിളങ്ങുന്ന ആരാധനയ്ക്കർഹൻ നീ മാത്രം, റൂഹിനുടയവൻ നീ മാത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസ് ആയിട്ടും ഞങ്ങളുടെ ജഡ്ജസ് ആരായ ഷെരീഫാണെങ്കിലും ഞാനാണെങ്കിലും ഭയങ്കര ക്ലോസ് ആണ് എല്ലാ നമ്മുടെ കുട്ടികളായിട്ടും. പക്ഷെ ഷെരീഫ് പെട്ടെന്ന് കരച്ചിലും ഒക്കെയാണ് എല്ലാ എലിമിനേഷനിലും. പക്ഷെ എനിക്ക് മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസ് പോയ സമയത്തും ഇത്രയും ഒരു വിഷമം വന്നിട്ടില്ല. അങ്ങനെ ഞാനിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കോള് വരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂട്ടി, എന്തിനാണെന്ന് എനിക്കറിയില്ല സത്യം പറയാം, അവർ വിളിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂട്ടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഫൈനലിലേക്കുള്ള 4 ആളെ തിരഞ്ഞെടുക്കുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരെയും വേദിയിലേക്ക് സാറ് വിളിച്ചു. എന്നിട്ട് 5 ചെയർ അവിടെ ഇട്ടിട്ടുണ്ട് മുന്നിൽ. അപ്പോൾ അതിൽ 4 പേര് ആളായി, 4 പേര്. 5ാമതൊരാൾക്ക് ഒരു ചാൻസ് ഉണ്ട്. അത് ഈ എലിമിനേറ്റ് ആയി പോയ ഞങ്ങളിൽ 6 പേരെ വെച്ചിട്ടൊരു മത്സരമുണ്ട്, അതിലൊരാൾക്കാണ്. സത്യം പറഞ്ഞാൽ ഇനിയൊരു മത്സരത്തിൽ ഇതുപോലെ പാടുമെന്ന്, ഏഷ്യാനെറ്റിലൊരു ഇതുപോലൊരു വിളി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഈ പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പാടി തെളിഞ്ഞു വരണം, തുടച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലും ഈ പാട്ട് ഇങ്ങനെ നമുക്ക് ഒരുപാട് പാടാൻ സാധിക്കുള്ളൂ. അതൊന്നും ഇല്ലാതെ മണൽ വാരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് കയറി മൈലാഞ്ചി കയറി പാടുമ്പോൾ
സ്വാഭാവികം നമ്മൾ എന്ത് പാടും. പക്ഷേ ഷമീറിന് ഒരു അസാധ്യം ടാലൻ്റാണ്, അതിൽ ഒരു സംശയമേ ഇല്ല. ഞങ്ങൾ 6 പേരിൽ ആരെങ്കിലും ഒരാൾ ആരാന്നറിയില്ല, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഇതിൽ പെർഫോം ചെയ്യും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ. നമ്മുടെ മത്സരങ്ങളിൽ ഇപ്പോൾ സെക്കൻഡ് സെമി ഫൈനലിൽ ആദ്യ റൗണ്ടാണ് ഷമീറിന്റെ അല്ലെ? ഇതുവരെയുള്ളൊരു എന്താ ഒപ്പീനിയൻ, ഓഡിയൻസിന്റെ ഒപ്പീനിയൻ എന്താണ്? ഷമീർ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ഷമീർ പോയത് അബദ്ധമായി. ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് വന്ന മത്സരാർത്ഥികൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അവർ രണ്ടുപേരും പറഞ്ഞ ഷമീറിന്റെ പേരാണ്. ഷമീറിന് ഇത്രയും ഫാൻസ് ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഷമീർ അവരെ കൊണ്ട് പറയിപ്പിച്ചാണോ ഇങ്ങനെ സങ്കടം? ഒരുപാട് പേര് വിളിച്ചിരുന്നേക്ക്. എന്ത് പറഞ്ഞു? കുറേ സങ്കടങ്ങളും അങ്ങനെ പരിഭവങ്ങളൊക്കെ പറഞ്ഞു എന്നോട്. പിന്നെ ഞാൻ പറഞ്ഞു ഏതായാലും ഇത്ര വരെ എത്താൻ പറ്റി, അത് വലിയൊരു ഭാഗ്യമായിട്ട് കഴിയുമെന്ന് കൈയൊക്കെ പിടിച്ചിങ്ങനെ പറയും, എന്താ മോനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഔട്ടായി പോയപ്പോൾ. എന്നാലും എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ എത്തിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഷമീറെ, ഇവിടെ അത് ഷമീറിന് ജഡ്ജസ് ചോയ്സ് ആണെന്ന് അറിയാം, അതറിയാലോ അല്ലേ? അതറിയാം. ജഡ്ജസ് ചോയ്സിൽ ഷമീറിനോട് സാധാരണഗതിയിൽ ഷമീർ പാടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെൻഡിലുള്ള പാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഷെരീഫ് ജി, ഏത് ടൈപ്പ് പാട്ടാണ് ചോദിക്കുന്നത്? ഷമീർ ഒരുവിധം എല്ലാ സ്റ്റൈലും നന്നായിട്ട് പാടുന്ന ആളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് റൊമാൻറ്റിക് പാട്ടാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. അതൊരു ഷമീറിന് റൊമാൻറ്റിക് ഇഷ്ടമല്ലാത്തതിന്റെ പേരിലാണോ? അല്ല, മുഖത്ത് റൊമാൻറ്റിക് ഇല്ലല്ലോ, അപ്പൊ അത് വരുത്താൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അത് വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങള് വന്നു തുടങ്ങിയിട്ട് താഴെ വന്നിട്ടുണ്ട്. ഇനി മുകളിലും കൂടി വന്നാൽ മതി. താഴെ ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പോൾ നല്ലൊരു പാട്ട്, കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാന്ന് വെച്ചാൽ ഷമീർ പാടുക. ഷമീർ റൊമാൻറ്റിക് ആകെ മാക്സിമം. ഷമീറിന് ഇത്രയും പെൺപിള്ളേരെ കൂടി നിന്നിട്ട് ഒന്നും ഒരു റൊമാൻറ്റിക് ആവാൻ പറ്റുന്നില്ലേ? എന്താ ഷമീർ അത്? പതുക്കെ ഇങ്ങനെ വരുന്നുള്ളൂ സംഭവം. ആയി വന്നപ്പോഴേക്കും എപ്പിസോഡൊക്കെ തീരൂലേ? തീരാനായി, അതാണ് പ്രശ്നം. എന്നാലേ എവിടം വരെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്നാ ശരി, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. കിസുവാടിയാടി വന്ന കിസയായി പാടി പെണ്ണ്, കിസുവാടിയാടി വന്ന കിസയായി പാടി പെണ്ണ്, സാരസപ്പു മിഴിയുള്ളോടെ ഓമരെ കണ്ണാളെ കാതലെ പെണ്ണാളെ, ഊരും പേരും ചേരുന്നേരം നാരിയാളെ ചാരത്തൊന്ന് ചോദിച്ചല്ല കിന്നാരം, പാടടി പൂമോളെ പാടടി മയിലാളെ, കിസുവാടിയാടി വന്ന കിസയായി പാടി പെണ്ണ്, സാരസപ്പു മിഴിയുള്ളോടെ ഓമരെ കണ്ണാളെ കാതലെ പെണ്ണാളെ.
കരള് പിഴഞ്ഞിടുന്നു പലരും കൊതിക്കും പവിഴ മുതിക്കും മതിയെ ഉതി മതിയോ പാലൊളി ചന്ദ്രികയോ കിസുപാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ് കിസുപാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ് സാരസപ്പുമിഴിയുള്ളടേ ഓമലേ കണ്ണാളേ കാതലേ വെണ്ണാളേ ഊരും പേരും ചേരും നേരം നാരിയാള ചാരത്തൊന്ന് ചോദിച്ചല്ല കിന്നാരം പാടടി പൂമോളേ ആടടി മയിലാളേ തുടിച്ചിടുന്നു അതരം പതറിടുന്നു മനസ്സ് ചിതറിടുന്നു പലരും കൊതിക്കും പവിഴ മുതിക്കും മതിയെ കുതി മതിയോ ഹുസ്നുൽ ജമാലല്ലയോ കിസുവാടിയാടി വന്ന് കിസുവാടിയാടി വന്ന് കിസുവാടിയാടി വന്ന് കിസയായി പാടി വന്ന് സാരസപ്പുമിഴിയുള്ളോടെ ഓമലേ കണ്ണാളേ കാതലേ വെണ്ണാളേ ഊരും പേരും ചേരും നേരം നാരിയാള ചാരത്തൊന്ന് ചോദിച്ചല്ല കിന്നാരം പാടടി പൂമോളേ ആടടി മയിലാളേ കിസുവാടിയാടി വന്ന് കിസയായി പാടി വന്ന് സാരസപ്പുമിഴിയുള്ളോടെ